Hi friends, Technotips Malayalam channel. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യുന്നവർക്ക് ഒരു കിടിലൻ ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ പിക്ചറിൻ്റെ ചില ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ഫോട്ടോ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുൾ ഫോട്ടോ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെയുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ വാട്സ് ക്രോപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും ആദ്യം കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഫോട്ടോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രൊഫൈലായിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച സെയിം ഫോട്ടോയാണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നത്. നേരത്തെ സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിറ്റ് ടു സ്ക്വയർ എന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ സ്ക്വയറിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പ്രോസസ്സിംഗ് ആവുന്നുണ്ട്. പ്രോസസ്സിംഗ് ആയിട്ട് ഡയറക്റ്റ്ലി നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ആയി വരും. എന്നിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് പ്രൊഫൈലായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പ്രൊഫൈൽ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഫുൾ ഫോട്ടോ വാട്സാപ്പ് പ്രൊഫൈലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് ട്രിക്സ് നിങ്ങൾക്ക് ദിവസേന ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോയുമായി. താങ്ക്